കോട്ടയം മീനച്ചിലാറിന് ജലനിരപ്പ് ഉയർന്നു. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇല്ലിക്കൽ, തിരുവാർപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. പറയൂ ടോബി. ഇല്ലിക്കൽ, തിരുവാർപ്പ് പോലെയുള്ള മേഖലകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഇവിടെ നിരവധി കടകളുണ്ട്. അതുപോലെ തന്നെ കുമരകത്തേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. ആ റോഡിലെല്ലാം തന്നെ വെള്ളം കയറി നിറഞ്ഞിരിക്കുകയാണ്. നിരവധി വീടുകൾ, താഴ്ന്ന പ്രദേശമാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുന്ന സ്ഥലമാണ്. അതായത് നഗരമധ്യത്തിൽ നിന്നും ഏകദേശം കിലോമീറ്ററുകൾ മാത്രമേ ഈ പ്രദേശത്തേക്കുള്ളൂ. മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേ തുടർന്നാണ് ഈ ഒരു വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കയറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 3 ദിവസമായി അതിശക്തമായിട്ടുള്ള മഴയാണ് കോട്ടയം ജില്ലയിൽ പെയ്തത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം പാലാ ഭാഗത്ത് വെള്ളം കയറിയിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയ വെള്ളം ഇന്നലെ പേരൂർ പോലെയുള്ള, ഏറ്റുമാനൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കി. അതിനുശേഷം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തിയ വെള്ളമാണിപ്പോൾ ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്നതിന് കാരണമായിട്ടുള്ളത്. നിരവധി വീടുകൾ ഇതിന്റെ പരിസരത്തൊക്കെ ഉണ്ട്. അവിടെയെല്ലാം വെള്ളം കയറിയിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ആശ്വാസം എന്ന് പറയുന്നത് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ നല്ല വെയിലുണ്ട്. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട്. ജലനിരപ്പ് പല സ്ഥലങ്ങളിലും താഴ്ന്നിട്ടുണ്ട്. ഇനി ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിപ്പോകണമെങ്കിൽ വേമ്പനാട്ട് കായലിലേക്ക് ഈ വെള്ളം ഒഴുകിപ്പോകണം. വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം എടുക്കുന്നത് വേഗത്തിലായാൽ, ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് വേഗത്തിലായാൽ പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച അറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ, വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ കൂടുതൽ ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്.